ഇതില്ല. ഇതുണ്ടെന്ന് തെളിയിക്കാൻ ആർക്കും സാധ്യമല്ല. കാരണം ഇതുണ്ടെന്ന് പറഞ്ഞത് എവിടെ നിന്നുണ്ടായി, എവിടെ നിൽക്കുന്നു, എവിടെയാണ് ഇതിൻ്റെ അവസാനം? കൃഷ്ണൻ തന്നെ പറയുന്ന ഒരു പിടിയുമില്ല. അരൂപമസ്യേന ബധോഗുണത്തെ മാംസോ സമ്പതിഷ്ഠ. ഇതിൻ്റെ ആദ്യം അറിഞ്ഞുള്ള അവസാനം അറിഞ്ഞുള്ള എവിടെ നിൽക്കുന്നെന്ന് അറിയില്ല. അതൊന്നും ഇല്ല. അതുകൊണ്ടെന്താ വേണ്ടത്? അസംഗശസ്ത്രേണ ദൃഢേന ചിത്തോണ. അതല്ല, ദൃഢമായ അസംഗശസ്ത്രമുണ്ട് മുറിച്ച് തരണം എന്ന് പറഞ്ഞാൽ ഇതില്ലെന്ന് ശാസ്ത്രീയമായി ഉറപ്പിക്കണം. അതിനപ്പുറത്തുള്ള സത്യങ്ങൾക്ക് അറിയില്ല, കണ്ടിരിക്കാം. ബ്രഹ്മം മാത്രമേ ഉള്ളൂ. സർവം ഖണ്ഡിതം ബ്രഹ്മ എന്നാണ് ഉപനിഷത്ത് എന്ന പ്രഖ്യാപനം. ഈ കാണുന്നത് വെച്ചാൽ ബ്രഹ്മത്തിൻ്റെ ഭ്രമമാണ്. ബ്രഹ്മത്തിൻ്റെ ഭ്രമം ബ്രഹ്മം തന്നെയാണ്. മരുഭൂമിയിൽ കാണുന്ന കാനൽ ജലം മരുഭൂമി തന്നെ. അതുപോലെയാണ് ഈ ജലത്ത്. ഈ ജലത്തില്ലെന്നത് നല്ല ശാസ്ത്രീയമായി യുക്തിയുക്തമായി ഉറപ്പിക്കണം. മോഡേൺ സയൻസ് തന്നെ ഇപ്പോൾ മറ്റൊന്നിൽ ഒക്കെ എനർജിയാണെന്ന് തെളിയിച്ചിട്ടുള്ളത്. പക്ഷേ എനർജി സ്പന്ദനം, ശക്തിയുടെ സ്പന്ദനം, ഈ സ്പന്ദനം എവിടെ ആരംഭിച്ചു? അതാണിപ്പോൾ അവർക്കൊരു പിടിയും കിട്ടാതെ ഉഴലുന്നത്. ഒരിക്കലും പിടിയിട്ടില്ല. സ്പന്ദനത്തിൽ നിന്ന് ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ ശരിയല്ല. ആദ്യത്തെ സ്പന്ദനം എവിടെയാണ്, എവിടെ നിന്നാണ് പിന്നെയും ചോദ്യമാണ്. സ്പന്ദനം ഇല്ലാത്തിടത്ത് നിന്ന് ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ സ്പന്ദനം ഇല്ലാത്തിടത്ത് നിന്ന് എങ്ങനെ സ്പന്ദനം ആരംഭിക്കും? രണ്ട് തരത്തിൽ ഈ രണ്ട് തരത്തിലെ അന്വേഷണം പൂർത്തിയാവും. ഈ രണ്ട് തരത്തിലും ഒരിക്കലും കണ്ടെത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് മംഗളശിമാർ ഇതില്ല. ഈ നേരം ഇങ്ങനെ കൊല്ലും ജനങ്ങളും മരണവുമായിട്ട് ഇങ്ങനെ തോന്നിപ്പോകും. അല്ല ഡോക്ടർക്ക് അന്നേരം പുസ്തകത്തിലും പല പുസ്തകത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. അതെ, പക്ഷെ അതിൻ്റെ അനുഭവവേദ്യമാവണം. അതല്ല, അനുഭവവേദ്യമാവണം. പലരും അത് തന്നെ പറയുന്നത് ബ്രഹ്മമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ബ്രഹ്മമാണ് എന്ന് നമുക്ക് കണ്ടാലും കണ്ടിട്ടില്ലെങ്കിലും ഉറപ്പുണ്ടാവും. ഇപ്പം ഡോക്ടറെ കാണുന്നതിന് മുൻപ് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു ബ്രഹ്മമാണ്. ബ്രഹ്മമേ ഉള്ളൂ എന്നെ സംശയിക്കാനുണ്ടാകും. അപ്പോൾ ഈ പടവ് കാണുന്നത് ഇല്ല എന്ന് ഉറപ്പുണ്ട്. അത് ഈ ശാസ്ത്രീയമായിട്ട് അവനവൻ തന്നെ ഉറപ്പിച്ചാലേ പറ്റൂ. ഇതിൽ യാതൊരു സംശയവും ആർക്കും ഉണ്ടാകാൻ സാധ്യമല്ല. എന്ത് സംശയമുണ്ടെങ്കിലും അത് നമുക്ക് പരിഹരിക്കാം. ഐൻസ്റ്റീനോട് പറഞ്ഞത് പഠിച്ചുന്നാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നാണ് എനിക്ക് കുറച്ചു മുമ്പ് പഠിക്കാൻ കഴിഞ്ഞിട്ട് എത്രയോ അകത്തെ അന്വേഷണം വേണ്ടെന്ന് വെക്കാൻ പറ്റും. ഇല്ലാത്തതിനെ കുറിച്ചാണ് അന്വേഷണം. അതെ, ബുദ്ധിക്ക് ഉറപ്പ് വരുന്നുണ്ട്. അനുഭവത്തിൽ വരാൻ ഇത് ഇങ്ങനെ നിരന്തരം അഭ്യസിക്കണം അല്ലേ? അനുഭവത്തിൽ മറക്കുമ്പോൾ വീണ്ടും ഓർമ്മിക്കണം. ഇതൊക്കെ ബ്രഹ്മമാണ് എന്നുള്ളത് മറന്നു പോകും. പക്ഷെ വീണ്ടും ഓർമ്മിക്കണം. അങ്ങനെ കുറേ നാൾ ആവർത്തിച്ച് ഓർമ്മിച്ചാൽ
അത് സ്വാഭാവികമായിരിക്കും. ഏതും ആവർത്തനം കൊണ്ട് സ്വാഭാവികം എന്നാണ് ഗീത എന്ന് പറയുന്നത്. അപ്പോൾ ചിത്തം സമാധാതും നശക്നോഷുമായി സ്ഥിരം അഭ്യാസയോഗേന, അഭ്യാസയോഗം എന്ന് പറഞ്ഞാൽ ആവർത്തിച്ചോർമ്മിക്കുക. വേറെ മാർഗമുണ്ട്. അത് വേറെ എളുപ്പം വഴിയില്ല. അതിലൊരു സഹസ്രനാമം കൂടെ ജപിക്കാമെന്ന് വെച്ചാൽ കൂടുതൽ ഭാരമായി. സഹസ്രനാമം ജപിച്ചോളൂ, പക്ഷെ അതും ഇല്ലാത്തതാണ്. ജപിച്ചോ രാമൻ ഡോക്ടർ എന്ന് പറയുന്നു. അപ്പോ ഇവിടെ വരുന്നവർക്കൊക്കെ പരാതി പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷേ അനുഭവത്തിൽ അനുഭവത്തിൽ വരുന്നതിലാണ്. അനുഭവത്തിൽ വരാൻ ആവർത്തിച്ച് ശീലിച്ചാലേ പറ്റൂ. ഒറ്റമാർഗമേ പഠിപ്പിക്കുക, മനസ്സിനെ പഠിപ്പിക്കുക. ആവർത്തിച്ച് ഇപ്പം മറക്കുന്നു ചിലപ്പോൾ, അപ്പോൾ വീണ്ടും ഓർമ്മ വരും. അപ്പം മനസ്സിനെ ഒരു വാണിംഗ് കൊടുത്ത് ഇനി മറക്കരുത്. വാണിംഗ് കൊടുത്തുകൂടെ കുറെ കഴിയുമ്പോൾ വീണ്ടും മറക്കരുത്, വീണ്ടും. അത് ഈ സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്നവരെപ്പോല ആദ്യം ഒരു 2 പേരും മുറിവുണ്ടാകും, ആശുപത്രിക്ക് പോകും. പക്ഷെ ഒരു കൈവിട്ട് ചവിട്ടാം. അതുപോലെ ഒരു ഓർമ്മിക്കേണ്ട കാര്യമില്ല. ഇത് നാച്ചുറൽ ആയിട്ട് എത്ര മനോയാതി ബ്രഹ്മണസ്തത്വദർശനം നാനാസാധിഷ്ഠം. ഇവരുടെ മനസ്സെവിടെ ചെന്ന് പറ്റുമ്പോൾ എൻ്റെ മനസ്സ് ഡോക്ടറിൽ ഒന്ന് പറ്റി, ഡോക്ടർ ബ്രഹ്മമാണ് എന്നെനിക്ക് ഉറപ്പായി ബോധിക്കാൻ കഴിയണം. അവർക്ക് അവരൂപങ്ങൾ, അത് വസ്തുവല്ല. അത് ആഭരണങ്ങൾ നൽകിയിരിക്കുന്നു. എന്താഭരണം കണ്ടാലും സ്വർണ്ണമാണ് എന്ന് തീരുമാനിക്കാൻ കഴിയണം. വളർന്നതിലും അത് നാമരൂപങ്ങൾ വരും പോകും. അതുപോലെയാണ് സകലത്തിൽ ബ്രഹ്മം വസ്തു, മറ്റൊക്കെ നാമരൂപം. 3 ഘടകങ്ങൾ: ബ്രഹ്മവും നാമവും രൂപവും. നാമവും രൂപവും മിഥ്യ. കാരണം വസ്തു വേറെയില്ല. വസ്തു എവിടെയും ബ്രഹ്മം മാത്രം. സംശയമൊന്നുമില്ല. അപ്പൊ ഈ ബ്രഹ്മം തന്നെയാണ് നാമരൂപങ്ങളായിട്ട് തീരുന്നത് എന്ന് പറയുമല്ലോ. അപ്പൊ തീരുന്നില്ല. അത് നാമരൂപങ്ങൾ, നാമരൂപങ്ങൾ വരികയും പോവുകയും ചെയ്യുന്നത് മരുഭൂമിയിൽ കാനൽ ജലം കാണുന്നത്. മരുഭൂമി ഒരിക്കലും കാനൽ ജലമായി മാറുന്നില്ല. പക്ഷെ ഒരു ക്രമം, ആ വസ്തു സ്വഭാവം ഒരു ക്രമം. അതുപോലെ പ്രപഞ്ചം ബ്രഹ്മത്തിലെ വിവർത്തം ക്രമം. യസ്മിന്നിടം ജഗത് അശേഷമശേഷമർത്ഥവും രജ്ജുവാൻ എന്താണ് അതായത് പാമ്പിനെ കയറൊരിക്കലും പാമ്പാകുന്നില്ല. പക്ഷെ പാമ്പുള്ള തോന്നുന്നു. അത് ഉറപ്പിച്ചു വരുമ്പോൾ കയറിൽ കാണുന്ന പാമ്പൻ കയറ് തന്നെയാണ്. പക്ഷെ നമ്മള് ഒരു പാമ്പിനെ പറ്റിയിട്ട് മുൻപ് ഒരു പാമ്പിനെ കണ്ടിട്ടുണ്ട്. മുൻപ് ഒരു പാമ്പിനെ കണ്ടത് കൊണ്ടല്ലേ നമ്മൾ ഈ രജ്ജുവിനെ കാണുമ്പോഴും പാമ്പായിട്ട് തോന്നുന്നു. അപ്പൊ പാമ്പിനെ കണ്ടിട്ടില്ലെങ്കിൽ ഈ ദൃഷ്ടാന്തം ഒന്നും തന്നെ പൂർണ്ണമായി യോജിപ്പിക്കാൻ പറ്റില്ല. നമുക്ക് ഇതിന്റെ മിഥ്യാത്വം മനസ്സിലാക്കാൻ മാത്രമേ ആ ദൃഷ്ടാന്തം ഉപയോഗിക്കൂ. അല്ലെങ്കിൽ ബ്രഹ്മം കയറ് പോലെയാണ് എന്ന് വെച്ചാൽ എക്സാമ്പിൾ ആയിട്ടാണ്.
ഒരംശം പാമ്പ് നിൽക്കുക. അതുപോലെ ഇവിടെ ശരിക്കുള്ള ദൃഷ്ടാന്തം കാനൽ ജലമാണ്. അവിടെയും പൂർണ്ണമായിട്ടും മരുഭൂമി പോലെയാണ് ബ്രഹ്മം ആനന്ദ സ്വരൂപം. പിന്നെ കുറച്ചുകൂടെ നമുക്ക് ആ ദൃഷ്ടാന്തം മരുഭൂമിയിൽ കാണുന്ന വെള്ളം ഒരു തുള്ളി പോലും ഉണ്ടായിട്ടില്ല. ആ വെള്ളമൊക്കെ മരുഭൂമി തന്നെയാണ്. അതുകൊണ്ട് ചെവിയില്ലെങ്കിൽ ശബ്ദമില്ല. ചെവി ഉണ്ടാവുകൊണ്ട് ശബ്ദം. അതെ, ചെവിയില്ലെങ്കിൽ ശബ്ദമില്ല. ഇല്ല ഇല്ല. കണ്ണിലെയും കാഴ്ചയില്ല. ഈ മരുഭൂമിയിലുള്ള വെള്ളം കടല് കണ്ടവർക്ക് അല്ലെങ്കിൽ വെള്ളം കണ്ടവർക്കാണത് വെള്ളമാണെന്ന് തോന്നുന്നത്. മറ്റുള്ളവർക്ക് എന്തോ ഒരു സംഭവമേ തോന്നുള്ളൂ. അങ്ങനെയല്ലേ തോന്നാൻ വകുപ്പുള്ളത്. വെള്ളത്തിന്റെ ഈ ഒന്നിച്ച് മരുഭൂമിയിലെ ഈ കാനജലം കാണുന്ന ആ ഒരു വ്യക്തി ഇതിന്റെ മുൻപേ കടലും കണ്ടിട്ടില്ല, കുളവും കണ്ടിട്ടില്ല എന്ന് വെച്ചുള്ളത്. എന്നാലും മൂപ്പർക്ക് എന്തോ ഒരു സംഭവമായിട്ട് തോന്നും. അത് വെള്ളമാണോ തിരിച്ചറിയാനുള്ള കഴിവുണ്ടാവില്ല ആ സമയത്ത്. അപ്പൊ നേരത്തെ കണ്ടതിന്റെ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു, അറിവിനെ ഒരു വസ്തു അന്യമില്ല. അറിവെന്ന് പറഞ്ഞാൽ ബ്രഹ്മം ബോധം. അപ്പോൾ ഇത് നമുക്ക് എവിടെയും മനസ്സിൽ ഓർമ്മിക്കാൻ കഴിയും. ഇത് ഓർമ്മിക്കാൻ കഴിഞ്ഞാൽ ജീവിതം ഇങ്ങനെ ഗംഭീരമായ ഒരു നാടകം വിളിച്ചോടല്ല. നാടകത്തിൽ കഥയില്ല, കഥാപാത്രമില്ല, പക്ഷെ ഗംഭീരമായിട്ട് അഭിനയിക്കുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെല്ലാം അഭിനയിക്കുന്നു. ദുഃഖമില്ല. നമ്മുടെ പ്രധാന ആവശ്യം ദുഃഖം ഒഴിവാക്കലാണ്. ഇത് ഉറച്ചാൽ പിന്നെ എവിടെയാ ദുഃഖം? ഒന്നുമില്ല. ആകെ ഒരു വസ്തുവും അത് ഭഗവാൻ 2-ാം അധ്യായത്തിൽ തന്നെ എല്ലാം പറയുന്നു. ജായത്തെയോ മൃഗത്തെയോ തത് ഒരിക്കലും ജനിക്കുന്നില്ല, മരിക്കുന്നില്ല. നയം ഭൂത്വ ഭവിതാവാണ് ഒരിക്കലും ജനിച്ചിട്ടില്ല, ഇനി ഒരിക്കലും ഇത് ജനിക്കുകയില്ല. അജോ നിത്യ ശാശ്വതോയം പുരാണോ അഹന്യത്തെ ഹന്യമാണ്. ഈ ഗീതയൊക്കെ അറിയാൻ പോകും. ഗീത അങ്ങനെ നമ്മളറിഞ്ഞ ഗീത നടപ്പാക്കണം നമ്മുടെ ജീവിതത്തിൽ. അപ്പോഴേ അതിൻ്റെ അങ്ങേയറ്റത്തെ മഹത്വം നമുക്ക് പിടിക്കും. ഡോക്ടറും ഞാനൊക്കെ ആയിട്ട് പരിചയപ്പെട്ടിട്ടുള്ള കാരണമാണ്. എനിക്കിത് നല്ല ഉറപ്പാണ്. ബ്രഹ്മം അല്ലാതെ ഇല്ല. രാമൻ ഡോക്ടറുകളില്ല, ബാലകൃഷ്ണനായകരില്ല. അതുകൊണ്ട് വയസ്സ് വളരെയായി സൂക്ഷിക്കുന്നുണ്ട്. അന്നൊക്കെ ഇടയ്ക്കെടുത്ത് വരാനുണ്ട്. ഡോക്ടർ തന്നെ കൊല്ലത്ത് ഒരിക്കൽ വന്ന് കണ്ടിട്ടുണ്ട്. അവിടെ തന്നെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറുണ്ട്. അവരോട് പറഞ്ഞു, സാറിൻ്റെ കാര്യം ലക്ഷ്യമില്ല, യാത്ര പറഞ്ഞൊക്കെ പോകുന്നതോ ഇനി നമുക്ക് കാണാൻ ചിലപ്പോൾ പറ്റിയില്ലെന്ന് വരും. ഞങ്ങളെ സമ്മേളന സ്ഥലത്തുനിന്ന് എല്ലാവരും പറഞ്ഞു അവിടെ അത്യാവശ്യം കിടക്കണം, അപ്പൊ നമുക്ക് പോവാന്ന് പറഞ്ഞ എല്ലാവരും വന്നതാണ്. പക്ഷെ എനിക്കൊന്നും ഒരു ദുഃഖവും ഉണ്ടായിരുന്നു. ഇത് എപ്പോൾ ശരീരം പോയാലും ഇത് നേടുന്നത് നേടിക്കഴിഞ്ഞു. കൃതം കൃത്യം പ്രാപണീയം പ്രാപ്തം. അല്ലാതെ ഇതൊന്നും എന്നെ ഒരു പ്രയാസമല്ല അത് ചെയ്തോ. അല്ല, ഇപ്പൊ ഏതാണ്ട് അതിന്റെ ഒക്കത്തേക്ക് നിൽക്കുക. ഒന്നുകൂടെ ഉറപ്പിക്കണം. എന്താ അത്രേ ഉള്ളൂ. ഗുരുവിൽ വേദാന്തം പഠിച്ചിട്ട് കാര്യമില്ല. ആ അറിവെന്നും പറഞ്ഞൊക്കെ അത് നടപ്പാക്കാതെ നമ്മൾ ഓരോന്ന് പഠിച്ച് ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. ഇത് തിയറി വളരെ സിമ്പിൾ, നടപ്പാക്കാൻ അതിനേക്കാൾ സിമ്പിൾ. തിയറി ഇത്രയേ ഉള്ളൂ, ബോധമുള്ളൂ.
ഭാഗവതത്തെ വായിക്കുമ്പോൾ ഭാഗവതം മംഗളശ്ലോകം മുതൽ പറയുക ജന്മാദ്യക്ഷേത്രവും അന്വയാതികരുത അന്വയയുക്തി ഏതെങ്കിലും ജഗത്തുണ്ട് ഇതരത വ്യതിരേക യുക്തി ഏതില്ലെങ്കിൽ ജഗത്തില്ല അത് കണ്ടുപിടിക്കും ബോധം അത് തന്നെ ഒടുവിൽ ചതുശ്ലോകി ഭാഗവത്തിൽ പറയുന്നുണ്ട് ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുന ആത്മന അന്വയത്തിലേവാഭ്യാം യസ്യാം സർവത്ര അന്വയയുക്തിയും വ്യതിരേക യുക്തിയുമുണ്ട്. ഈ അന്വയം വ്യതിരേകം എന്ന് പറഞ്ഞാൽ എന്താണ്? അന്വയം ബോധമുണ്ടോ ജഗത്തുണ്ട്, ഇതാണ് അന്വയം. ബോധം ഇല്ലേ ജഗത്തില്ല. ഈ രണ്ട് യുക്തിയുമുണ്ട്. ഉള്ളത് ബോധം. ഇത്രയേ അന്വേഷിക്കാൻ നോക്കൂ. ഇത് നടപ്പാക്കാനെന്താ ശരിക്കൊന്നും ചെയ്തുള്ളൂ. പക്ഷെ ഇത് നടപ്പാക്കാൻ ഇത് നടക്കാതെ ഓർമ്മിക്കണം. ഇതിനൊരു വ്യവസ്ഥയുമില്ല. ഇതിന് മാത്രം ഇന്നാൾക്കേ പാടുള്ളൊന്നുമില്ല, ഇന്ന സമയത്തെ പാടുള്ളൊന്നുമില്ല, ഇന്ന സ്ഥലത്തെ പാടുള്ളൊന്നുമില്ല. യാതൊരു കണ്ടീഷനും ഇല്ല. പോകുന്നിടത്ത് ആരോടും പറയണമെന്നില്ല. താല്പര്യമുള്ളവരോട് പറയാം. അല്ലാതെ ഇത് നമ്മുടെ ലൗകിക കാര്യങ്ങൾ നടത്താൻ എനിക്ക് ഒരു പ്രയാസമില്ല. എന്നോടിവിടെ ചെല്ലും ചോദിക്കാനുണ്ട്, സാർ ഇതൊക്കെ ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുട്ടികളുണ്ട്, ആ പള്ളിക്കൊട്ടിലായിക്കട്ടെ, സംഘം വേണ്ടെന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നം പറയുന്നുണ്ട്. കുട്ടികളെ പള്ളിക്കൊട്ടി അയക്കുന്നത് ഉൾപ്പെടെ ബ്രഹ്മയജ്ഞം, ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹരം, ബ്രഹ്മാഗ്രഹം, ബ്രഹ്മനാഹുതം, ബ്രഹ്മയുഗതൈനയം, ബ്രഹ്മധർമ്മ. ഇത് ഓർമ്മിക്കുകയേ വേണ്ടു. അപ്പോൾ സാധനയിൽ എടുക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കണം. അതെ അതെ ദിനം വരാറുണ്ട്. ഇത്രയുള്ള ഭക്തർ രണ്ടുപേരും മഹാപുണ്യം ചെയ്തത്. ഒരു പ്രാരബ്ധവുമില്ല. പലരും കുഞ്ഞുങ്ങളില്ല എന്ന് പറഞ്ഞ് മോദി നോക്കുന്നു. വിദ്യാരണ്യസ്വാമികൾ പറയും കുഞ്ഞുങ്ങളില്ല എന്ന് പറഞ്ഞ് ദുഃഖിക്കുന്നു. അതായത് ജനിക്കാത്ത കുഞ്ഞുപോലും ദുഃഖിപ്പിക്കുന്നു. അപ്പോൾ ജനിച്ച കുഞ്ഞിൻ്റെ കഥ പറയാൻ എവിടെ നോക്കിയാലും നമുക്ക് കുഞ്ഞുങ്ങൾ വേണ്ടെന്നല്ല, ഇതിലൊന്നും ദുഃഖിക്കാനില്ല. ഇതൊക്കെ ഒരു ആനന്ദം മുഴുവൻ. ഇങ്ങനെ ഇപ്പം പരിപാടി